കമ്പനി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ വിത്ത് എ ലാർജ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് മെമ്പർഷിപ്പ് ദാറ്റ് റിക്വയർ ആൻ എലാബറേറ്റ് ഓർഗനൈസേഷൻ. It confers corporate personality on the association, recognizing a distinct legal entity with separate legal duties and rights from its members. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെച്ചാൽ ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അതുപോലെ ഇതിനെങ്ങനെയാണ് ഒരു ലീഗൽ എൻറ്റിറ്റി, അതുപോലെ സെപ്പറേറ്റ് ഡ്യൂട്ടീസും റൈറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇനി ഇതിന് എക്സാമ്പിളുകളായിട്ട് പറയുന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, ഗ്രാസിയം ഇൻഡസ്ട്രീസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് ടാറ്റ സ്റ്റീൽ. ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളുകളാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കുള്ള എക്സാമ്പിൾ ആണ്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. മെയിൻ ആയിട്ടും 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ലീഗൽ എൻറ്റിറ്റി. എന്താണ്? ഈ കമ്പനിക്ക് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതായത് നിയമപരമായിട്ടുള്ള ഒരു എൻറ്റിറ്റി എന്തിനുണ്ടായിരിക്കും? ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ത്രൂ എ ജുറിസ്റ്റിക് പേഴ്സൺ ഇറ്റ് ഡസ് നോട്ട് പ്രോസസ് എ ബോഡി ഓഫ് നാച്ചുറൽ ബീയിങ്. ഇതെന്താണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുപോലെ ഇത് ലോ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പെർപെച്വൽ സക്സഷൻ. അതായത് ഈ കമ്പനി എങ്ങനെയാണ്, മെമ്പേഴ്സ് ഈ കമ്പനിയിൽ വരികയെ പോവുകയെ എന്ത് സംഭവിച്ചാലും ഈ കമ്പനി എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കമ്പനി എന്താണ്, എൻഡ് ആവുന്നില്ല, കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലയബിലിറ്റി എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അതായത് അവർക്ക് എങ്ങനെയാണ് ലയബിലിറ്റി അൺലിമിറ്റഡ് അല്ല. ഈ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് ലിമിറ്റഡ് ആയിരിക്കും. ഇത്രയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ലീഗൽ എൻറ്റിറ്റി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, പെർപെച്വൽ സക്സഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി. അങ്ങനെ 4 എണ്ണാണ് മെയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് കമ്പനീസ് ഇൻ ഇന്ത്യ. പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത്. പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, വൺ പേഴ്സൺ കമ്പനി. അതിൽ പബ്ലിക് കമ്പനിയിൽ മിനിമം 7 മെമ്പേഴ്സ് ഉണ്ടാവും. മാക്സിമത്തിന് ലിമിറ്റ് ഇല്ല. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 മെമ്പേഴ്സ് ഉണ്ടാവും. മാക്സിമം എന്താണ്? 200. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 200 അങ്ങനെ ഓർത്തു വെക്കുക. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 മെമ്പേഴ്സും മാക്സിമം ലിമിറ്റ് ഇല്ല. ഇനി വൺ പേഴ്സൺ കമ്പനി, നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം എന്താണ് വൺ പേഴ്സൺ കമ്പനി എന്ന് വെച്ചാൽ ഓൺലി വൺ പേഴ്സൺ ആസ് മെമ്പർ. എന്താണ്? ഒറ്റ ഒരാളെ ഉണ്ടാവുകയുള്ളൂ ആ കമ്പനിയിൽ. പിന്നെ നമ്മൾ പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ എന്തെന്ന് കാണിക്കും? പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണിക്കും. ഇപ്പൊ പ്രൈവറ്റ് കമ്പനികളുടെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടാവും. പബ്ലിക് കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ്? ജസ്റ്റ് ലിമിറ്റഡ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഉണ്ടാവില്ല, അതിന്റെ എൻഡില് ലിമിറ്റഡ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. വൺ പേഴ്സൺ കമ്പനി എന്ന് വെച്ചാല് ഒറ്റൊരു വ്യക്തിയെ ഉണ്ടാവുള്ളൂ. സ്മോൾ കമ്പനീസ് ആയിരിക്കും. അതിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നോട്ട് എക്സീഡ് 50 lakh. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എങ്ങനെയാണ്? 50 lakhനെക്കാട്ടിലും കൂടാൻ പാടില്ല. അതുപോലെ തന്നെ അതിന്റെ ടേൺ ഓവർ നോട്ട് എക്സീഡ് 2 crore. 2 crore അതിന്റെ ടേൺ ഓവറും കൂടാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോ 3 ടൈപ്പ് കമ്പനി, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, വൺ പേഴ്സൺ കമ്പനി, 3 ടൈപ്പ് കമ്പനികളാണ്. ഇനി ഇതിന്റെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, മെറിറ്റ്സ്. മെറിറ്റ്സിൽ ഫസ്റ്റ് പറയുന്നത് ലാർജ് റിസോഴ്സ് ആണ്. അതായത് ഒരുപാട് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത് നമ്മളവിടെ പറഞ്ഞ കാര്യമാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ഇതിലെ ഇൻവെസ്റ്റേഴ്സിന്റെ ലയബിലിറ്റി എങ്ങനെയാണ്?
ലിമിറ്റഡ് ആണ്. പിന്നെ പെർപെച്വൽ എക്സിസ്റ്റൻസ്. ഇപ്പോൾ ഇതിലെ മെമ്പേഴ്സിന് എന്തെങ്കിലും ഇൻസോൾവെന്റ് ആവുകയും അല്ലെങ്കിൽ ഒരാൾക്ക് മരണം സംഭവിക്കുകയൊന്നും ചെയ്താലും ജോയിന്റ് സ്റ്റോക്ക് കമ്പനീനെ അത് എഫക്ട് ചെയ്യില്ല. അതാണ് പെർപെച്വൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് പ്രൊവൈഡ് ക്യാപിറ്റൽ ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എങ്ങനെയാണ് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ലാസ്റ്റ് പറയുന്ന മെറിറ്റ്സ് ആണ് ലിക്വിഡിറ്റി. ഷെയർ ഓഫ് പബ്ലിക് കമ്പനി ക്യാൻ ബി ഈസിലി ട്രേഡഡ്. ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിന്റെ ലിമിറ്റേഷൻ, ഡിഫിക്കൽട്ടി ഫോർമേഷൻ. എന്താണ് ഇത് ഫോം ചെയ്യാൻ കുറച്ച് ലീഗൽ ഫോർമാലിറ്റികളൊക്കെ വേണം, അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് ആണ്. നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾ ബൈ എ ഗ്രൂപ്പ്. അതായത് ഒരു മാനേജ്മെന്റോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അവരായിരിക്കും ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എക്സസീവ് ഗവൺമെന്റ് കൺട്രോള്. എന്താണ് ഒരുപാട് ലോസും റെഗുലേഷൻസും ആക്ടുകളും ഒക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സസീവ് ഗവൺമെന്റ് കൺട്രോൾ ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. പിന്നെ ഡിലേ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡിസിഷൻസ് എടുക്കുന്നതിന് കുറച്ച് ടൈം വേണ്ടി വരുന്നു. അതായത് ഒരുപാട് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്, ഇതിന്റെ ഫോർമാലിറ്റികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഡിസിഷൻസും എടുക്കുന്നതിന് കുറച്ചും കൂടെ ടൈം ആവശ്യമായിട്ട് വരുന്നു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് സീക്രസി. അതായത് ഇതില് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങള്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആണ്. ഇത്രയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഫോർമേഷൻ ഓഫ് കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് നമുക്ക് പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് പ്രമോഷൻ, രണ്ടാമത് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ സ്റ്റേജ്, മൂന്നാമത് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. 3 പ്രമോഷൻ സ്റ്റേജ്, രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ സ്റ്റേജ്, തേർഡ് വൺ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അതിൽ ഫസ്റ്റത്തെയാണ് പ്രമോഷൻ സ്റ്റേജ്. അതായത് നമ്മളൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു കമ്പനി തുടങ്ങാണ്, അതിന് ഫണ്ട് കളക്ട് ചെയ്യണം, അതുപോലെ ബിസിനസ് ഐഡിയകള്, ഫിനാൻസ്, റിസോഴ്സുകൾ അസംബിൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പ്രമോഷൻ സ്റ്റേജ്. അതായത് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കുക? എവിടെ നിന്നാ ഫണ്ട് കളക്ട് ചെയ്യുക, അതുപോലെ ബിസിനസിന്റെ ഫ്രഷ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ ജനറേറ്റ് ചെയ്യും, ഫിനാൻസ് അറേഞ്ച് ചെയ്യും, ഇപ്പൊ ലോൺ എടുത്തിട്ടോ അങ്ങനെയൊക്കെ ഫിനാൻസ് അറേഞ്ച് ചെയ്യും, അതുപോലെ അതിൽ വേണ്ട റിസോഴ്സുകൾ നമ്മൾ അസംബിൾ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രമോഷൻ സ്റ്റേജിൽ. നെക്സ്റ്റ് ആണ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ സ്റ്റേജ്. ഈ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ സ്റ്റേജിൽ പറയുന്നത് നമ്മുടെ കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അതുപോലെ ഇതിൽ എത്രത്തോളം ഡയറക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സിന്റെ റിട്ടേൺ കൺസെന്റ്, പിന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ ഉൾപ്പെടുന്നതാണ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ സ്റ്റേജിൽ. തേർഡ് പറയുന്നത് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഈ 2 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഇപ്പൊ പ്രൈവറ്റ് കമ്പനി ആണോ പബ്ലിക് കമ്പനി ആണോ എന്നുള്ളത് നോക്കിയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്സിൽ പറയുന്നത്. ഇതിലെ പ്രമോഷൻ സ്റ്റേജില് നമുക്കിപ്പോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ. നമ്മൾ എന്താണ് ഐഡിയ ജനറേറ്റ് ചെയ്യാണ്, അത് കഴിഞ്ഞ് ടേക്ക് ആക്ഷൻ. ആ ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആക്ഷൻ എടുക്കുകയാണ്. പിന്നെ ഇതില് ആരാണ് പ്രമോട്ടർ എന്ന് പറയുന്നുണ്ട്. ദ പേഴ്സൺ ഹു ഈസ് കൺസേൺ വിത്ത് ദ പ്രമോഷൻ ഓഫ് ബിസിനസ് ഈസ് നോൺ ആസ് പ്രമോട്ടർ. ആരാണ് ബിസിനസിന്റെ പ്രമോഷൻ നടത്തുന്ന ആ വ്യക്തിയാണ് നമ്മൾ പ്രമോട്ടർ എന്ന് പറയുന്നത്. അതായത് ഐഡിയ ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ആള്, അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രമോട്ടർ എന്ന് പറയുന്നത്. പിന്നെ രജിസ്ട്രേഷൻ സ്റ്റേജിനെ കുറിച്ചാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അതിൽ മിനിമം 7 ആളുകളെങ്കിലും
സൈൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ആളുകൾ, പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 ആളുകൾ. പിന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, പിന്നെ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സിന്റെ റിട്ടേൺ കൺസെന്റ്, രജിസ്റ്റേർഡ് ഓഫീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രജിസ്ട്രേഷൻ സ്റ്റേജിൽ. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ പറയുന്നത് എന്താണ്? കമ്പനിയുടെ സർട്ടിഫൈ ചെയ്യാണ്. അതായത് നെയിം, കമ്പനിയുടെ നെയിം എന്താണെന്നുള്ളത്, അതുപോലെ ഏത് ഡേറ്റിലാണ് ഇഷ്യൂ ചെയ്തത്, പിന്നെ രജിസ്ട്രാർ സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം, അതുപോലെ ആ വ്യക്തിയുടെ സീലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അത് ലീഗലായിട്ട് അത് നമുക്ക് അതിന്റെ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ 3 സ്റ്റേജുകളാണ്: ഫോർമേഷൻ ഓഫ് കമ്പനി, രജിസ്ട്രേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. നെക്സ്റ്റ് പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അതില് സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ്. ഇതിലെന്താണ്? ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ ഹോം കൺട്രിയിലായിരിക്കും, പക്ഷെ ബ്രാഞ്ചസ് എവിടെയായിരിക്കും? അതുപോലെ ബ്രാഞ്ചസും സബ്സിഡിയറീസും ഒക്കെ ഹോസ്റ്റ് കൺട്രീസിലായിരിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് നിൽക്കുന്നത് എവിടെയാണ്? ഹോം കൺട്രിയിലാണ്, പക്ഷെ അതിന്റെ ബ്രാഞ്ചസും സബ്സിഡിയറീസും ഒക്കെ ഹോസ്റ്റ് കൺട്രിയിലായിരിക്കും നിലനിൽക്കുന്നത്. അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റ് ആക്സസ്. ഇന്റർനാഷണൽ മാർക്കറ്റ് ആക്സസ് എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് ഐഡന്റിഫൈ ത്രൂ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി റിസർച്ച് ആൻഡ് മാർക്കറ്റിംഗ്. അതായത് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകളും അതിന്റെ ഡിഫറെന്റ് പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി, റിസർച്ച്, മാർക്കറ്റിംഗ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇന്റർനാഷണൽ മാർക്കറ്റ് ആക്സസ് എന്ന് പറയുന്നത്. പിന്നെ വേൾഡ് വൈഡ് ബിസിനസ് സ്പ്രെഡ്. ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ ഒക്കെ ബിസിനസ് എങ്ങനെയാണ്? വേൾഡ് വൈഡ് ആയിട്ടാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി കൂടുന്നതല്ല, വൈഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ്, പിന്നെ ലാർജ് സൈസ്, ഹ്യൂജ് സൈസ് ആയിട്ട് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സാധനങ്ങളൊക്കെ. നെക്സ്റ്റ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസിൽ പറയുന്നതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഉണ്ട്, ഗവൺമെന്റ് കമ്പനി ഉണ്ട്. അതില് ഫസ്റ്റ് വണ്ണാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഇതെന്താണ്? ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തന്നെയാണ്, ഹെഡഡ് ബൈ മിനിസ്റ്റർ റെസ്പോൺസിബിൾ ടു പാർലമെന്റ്. ഇതെന്താ? ഇതിൽ ഉൾപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് റെയിൽവേ, പോസ്റ്റൽ സർവീസ്. റെയിൽവേ, പോസ്റ്റൽ സർവീസ് ഇതൊക്കെ എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിലുള്ള എക്സാമ്പിൾ ആണ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, കോർപ്പറേറ്റഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് അസംബ്ലി. ഇതില് സ്റ്റേറ്റ് ബാങ്ക്, LIC, IFCI അങ്ങനെ വരുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഇതെങ്ങനെയാണ്? പാർലമെന്റിലോ സ്റ്റേറ്റ് അസംബ്ലിയിലോ ഉള്ള സ്പെഷ്യൽ ആക്ടുകൾ പ്രകാരം നിലവിൽ വന്നത്. എക്സാമ്പിൾ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അതുപോലെ IFCI. തേർഡ് വണ്ണാണ് ഗവൺമെന്റ് കമ്പനി. ഗവൺമെന്റ് കമ്പനി എന്താണ്? രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ 51% അതിന് മുകളിലേക്കോ ഉള്ള ഷെയർ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലായിരിക്കണം. 51% അതിന് മുകളിലേക്കോ ഗവൺമെന്റിന്റെ ഷെയറുകളായിരിക്കണം ഉണ്ടാവേണ്ടത്. അതാണ് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി, ഇങ്ങനെ 3 കാര്യം. നെക്സ്റ്റ് പറയുന്നത് ജോയിന്റ് വെഞ്ചർ ആണ്. ജോയിന്റ് വെഞ്ചർ ഇസ് എ ഫോം ഓഫ് ബിസിനസ്. 2 or more independent firms contribute capital and participate in business operation.
അതായത് രണ്ടോ അതിലധികമോ ബിസിനസ് ഫേമുകളെ കൂടി ചേർന്നിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകളാണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ജോയിന്റ് വെഞ്ചറിന്റെ ബിസിനസ്സിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്? റിസ്ക് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോ റിസ്കുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ഇതൊരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ഈ ജോയിന്റ് വെഞ്ചർ എക്സാമ്പിൾ ആണ് മാരുതി ലിമിറ്റഡ് ഓഫ് ഇന്ത്യ ആൻഡ് സുസുക്കി ലിമിറ്റഡ്. അങ്ങനെയുള്ളതൊക്കെ മാരുതി, സുസുക്കി അതൊക്കെ ഇതിനുള്ള ജോയിന്റ് വെഞ്ചറിനുള്ള എക്സാമ്പിൾ ആണ്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആക്സസ് ടു അഡ്വാൻസ്ഡ് ടെക്നോളജി, അതുപോലെ ഒപ്റ്റിമം യൂസ് ഓഫ് ക്യാപിറ്റൽ, പൂളിംഗ് ഓഫ് റിസോഴ്സ് ആൻഡ് എക്സ്പെർട്ടൈസ്, ഇന്നോവേഷൻ, ഷെയറിംഗ് ഓഫ് റിസ്ക് ആൻഡ് റിവാർഡ്. ഇനി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. എക്സാമിന് നമുക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. PPP തന്നിട്ട് അതിന്റെ ഫുൾ ഫോം എന്താന്നുള്ളത് എഴുതാൻ പറയാറുണ്ട്. അപ്പൊ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അതൊന്ന് ഓർത്ത് വെച്ചോളുക. ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മീൻസ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. എന്താണ്? ഇതിൽ എന്തിന്റെയൊക്കെ കൂടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്? പബ്ലിക് സെക്ടറിന്റെ ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഫിനാൻസിങ്, ഡിസൈനിങ്, ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. ഇപ്പൊ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കൂടെ ചേർന്നിട്ട് തുടങ്ങുന്ന സംരംഭങ്ങൾ, ബിസിനസ്സുകളെയാണ് നമ്മൾ PPP എന്ന് പറയുന്നത്. ഇപ്പോ പ്രൈവറ്റ് സെക്ടറുകള് മണി കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ടെക്നോളജീസ്, ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. അതുപോലെ പബ്ലിക് സെക്ടറിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പ്രോജക്റ്റ് ആർ ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക്. പബ്ലിക്കിന് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഗവൺമെന്റ് റിമൈൻസ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് PPP പ്രോജക്റ്റ്. അതായത് ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. ഇത് കൂടുതലും പിന്നെ ചെയ്യുന്നത് ഗവൺമെന്റ് പ്രോജക്റ്റുകളിലൊക്കെയാണ്. അതുപോലെ PPP പ്രോജക്റ്റ് ഇത് ഫണ്ട്, എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ബോത്ത് ദ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ആർ കമ്പൈൻഡ്. ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. നെക്സ്റ്റ്, ഇൻ എ PPP project, the degree of responsibility and the level of risk are shared between private and public sector. ഇതിലെ റെസ്പോൺസിബിലിറ്റിയും റിസ്കും ഒക്കെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. പബ്ലിക്കിന്റെയും പ്രൈവറ്റിന്റെയും കോൺട്രിബ്യൂഷൻ ഉള്ളതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസ്. പ്രൈവറ്റ് സെക്ടർ plays complementary role in the role to the public sector. The private enterprise are the business that are owned by private group or a individual. പ്രൈവറ്റ് സെക്ടർ എന്താണെന്ന് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഇതിന്റെ ഓണേഴ്സ്? ആരായിരിക്കും? പ്രൈവറ്റ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വലോ ആയിരിക്കും. പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്, പ്രൈവറ്റ് മാനേജ്മെന്റ് ആണ്, പ്രൈവറ്റ് ഫിനാൻസ് ആണ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് പ്രോഫിറ്റ് ആണ്. പിന്നെ പ്രൈവറ്റ് അക്കൗണ്ടബിലിറ്റി ആണ്. ഇത്രയാണ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പബ്ലിക് എന്റർപ്രൈസ്. പബ്ലിക് എന്റർപ്രൈസ് എന്ന് വെച്ചാല് ഇപ്പൊ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ 3 കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും ഗവൺമെന്റ് കമ്പനി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഓണർഷിപ്പ് എങ്ങനെയാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും പ്രൈവറ്റ് എന്റർപ്രൈസില്, പബ്ലിക്കില് ഗവൺമെന്റ് ആയിരിക്കും. പ്രൈവറ്റ് എന്റർപ്രൈസില് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. പബ്ലിക് എന്റർപ്രൈസില് സോഷ്യൽ വെൽഫെയർ ആണ്. പിന്നെ മാനേജ്മെന്റ്. പ്രൈവറ്റ് എന്റർപ്രൈസില്
പ്രൈവറ്റ് മാനേജ്മെന്റ് ആണ്. പബ്ലിക്കില് ഗവൺമെന്റ് മാനേജ്മെന്റ് ആണ്. ക്യാപിറ്റല് പ്രൈവറ്റ് ഫിനാൻസ് ആണ്. പബ്ലിക് എന്റർപ്രൈസില് ഗവൺമെന്റ് ഫിനാൻസ് ആണ്. പിന്നെ അക്കൗണ്ടബിലിറ്റി പ്രൈവറ്റില് പ്രൈവറ്റ് അക്കൗണ്ടബിലിറ്റി, പബ്ലിക്കില് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആണ് ഉള്ളത്. ഇത്രയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം അത്യാവശ്യം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ജോയിന്റ് വെഞ്ചർ എന്താന്ന് നമ്മൾ പഠിച്ചു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, പിന്നെ ടൈപ്സ് ഓഫ് കമ്പനീനെ കുറിച്ചും 3 തരത്തിലാണ്, പബ്ലിക്, പ്രൈവറ്റ്, 1 പേഴ്സൺ. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സും ലിമിറ്റേഷനും, പിന്നെ ഫോർമേഷൻ ഓഫ് കമ്പനി അതിന്റെ 3 സ്റ്റേജ്, പ്രമോഷൻ സ്റ്റേജ്, ഇൻകോർപ്പറേഷൻ സ്റ്റേജ്, പിന്നെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, അതിൽ 3 എണ്ണം വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങും, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും, ഗവൺമെന്റ് കമ്പനിയും. പിന്നെ ജോയിന്റ് വെഞ്ചർ പഠിച്ചു. 2 അതിലധികമോ കമ്പനികൾ ചേർന്നിട്ടുള്ളതാണ് ജോയിന്റ് വെഞ്ചർ. അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, അതിന്റെ ഫീച്ചേഴ്സും. പിന്നെ പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസ് എന്താന്നുള്ളത് പഠിച്ചിരുന്നു. പിന്നെ പ്രൈവറ്റ് വേഴ്സസ് പബ്ലിക് എന്റർപ്രൈസ്, പ്രൈവറ്റ് വേഴ്സസ് പബ്ലിക് എന്റർപ്രൈസിന്റെ ഡിഫറൻസ്, പ്രൈവറ്റ് എന്റർപ്രൈസും പബ്ലിക് എന്റർപ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചും പഠിച്ചു. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.